സോ ഇന്ന് നമ്മൾ കാണുന്നത് DNA വാക്സിൻസ് ആണ്. എന്താണ് DNA വാക്സിൻസ്? DNA വാക്സിൻസ് സാധാരണ വാക്സിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറ്റിന്യൂവേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്തോജന് ആണ് നമ്മൾ വാക്സിൻസ് എന്ന് പറയുന്നത്. സോ അത് ഡെഡ് ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഹാഫ് ഡെഡ് ആയിട്ടുള്ള വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയയാണ് നമ്മൾ സാധാരണ വാക്സിനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ അത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ കയറുന്ന അതേ ആൻറ്റിജൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതനുസരിച്ച് ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുകയും ചെയ്യുന്നു. ഇനി നമ്മൾ DNA വാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വൈറസിൻ്റെ DNA അല്ലെങ്കിൽ RNA അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാക്സിനായിട്ട് കുത്തിവെക്കുന്നത്. അപ്പോൾ ഈ വാക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വൈറൽ RNA അത് ഒരു ട്രാൻസ്ക്രൈബ് ചെയ്ത് ഡബിൾ സ്ട്രാൻഡഡ് DNA ആയിട്ട് മാറുന്നു. ആ DNA എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജീൻ പ്രൊഡക്ട്സ്, അതായത് പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നു. ആ പ്രോട്ടീൻസാണ് ഇവിടെ വാക്സിൻസായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ എന്താ പറയുക DNA വാക്സിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ വാക്സിൻസ് ഇമ്മ്യൂൺ സിസ്റ്റത്തിലായിട്ട് എക്സ്പോസ് ചെയ്യുമ്പോൾ ദേ ആക്ട് ആസ് ആൻറ്റിജൻസ്. അപ്പോൾ ഈ ആൻറ്റിജൻസിനെതിരെ ആൻറ്റിബോഡീസ്, T സെൽ ആൻഡ് B സെൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ആൻറ്റിബോഡീസ് ഈ പറയുന്ന പാത്തോജനെ നിർവീര്യമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് DNA വാക്സിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം DNA വാക്സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോട്ടീനിന് പകരം അല്ലെങ്കിൽ വൈറസിന് പകരം നമ്മൾ DNA ഓർ RNA ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ RNA അല്ലെങ്കിൽ DNA ശരീരത്തിൽ പ്രവേശിച്ച് അതിൻ്റെ പ്രൊഡക്റ്റായിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നു. ആ പ്രോട്ടീൻസ് ഒരു എന്താ പറയുക ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുകയും അതനുസരിച്ച് നമ്മളൊരു വാക്സിൻ കുത്തിവെക്കുന്ന അതേപോലെ തന്നെയുള്ള എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. അതാണ്